നിന്റേത് മാത്രമായി. കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പ്രിയമുള്ളവരെയും, നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. സിനിമയ്ക്കൊരു പ്രത്യേകത, അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഫ്ലോ ഉണ്ടാകും. ഈ ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളത് കാണണം. അപ്പോഴാണ് എൻ്റെ ട്വിസ്റ്റ് മനസ്സിലാകുന്നത്, ക്ലൈമാക്സ് എങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും. നമ്മൾ സുവിശേഷത്തിലെ ഏതെങ്കിലും ഒരു അത്ഭുതമോ ഉപമയോ ഒക്കെ എടുത്തിട്ട് ഇതാണ് ക്രിസ്തു എന്ന് ആരും ചിന്തിക്കരുത്. തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ മനസ്സിലാക്കാനാണ് ഇന്നത്തെ തിരുനാൾ നമ്മളെ സഹായിക്കുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പരസ്യജീവിതം ആരംഭിക്കുകയാണ്. അവിടെ വെച്ചാണ് സ്വർഗം തുറക്കപ്പെട്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്കുണ്ടാകുന്നത്. ഈ വാക്ക് വളരെ മനോഹരമായ വാക്കാണ്. പക്ഷെ ഇത് സ്വർഗത്തിൻ്റെ അറ്റസ്റ്റേഷനാണ്. അവൻ എന്താണെന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ചത് സ്വർഗമാണ്. അത് പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പഠിപ്പിച്ചു.